രേഖാചിത്രം മൂവിയുടെ 2 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനും അതോടൊപ്പം മൂന്നാമത്തെ ദിവസം ശനിയാഴ്ച ഈ ഒരു ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ട്രാക്കേഴ്സ് പുറത്തുവിട്ട അപ്ഡേറ്റുകൾ പ്രകാരം 2 ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിന് വേൾഡ് വൈഡ് നിന്നും 9 കോടിക്ക് മുകളിലുള്ള കളക്ഷനിലേക്കാണ് എത്തപ്പെടാൻ സാധിച്ചത്. അതിൽ ആദ്യ ദിവസം 1,92,00,000 രൂപയും രണ്ടാമത്തെ ദിവസം 2 CR മുകളിലാണ് ഉറപ്പിച്ചത്. കറക്റ്റ് ഫിഗേഴ്സ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ചിത്രത്തിന് ആദ്യ ദിവസം 27 ലക്ഷത്തോളം രൂപ കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസത്തെ ചിത്രത്തിന്റെ ടോട്ടൽ 2 ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ എന്ന് പറയുന്നത് 60 ലക്ഷത്തോളം രൂപയാണ്. മൂന്നാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ചിത്രം ബോക്സ് ഓഫീസിൽ നല്ല രീതിയിലുള്ള ബുക്കിംഗിലേക്ക് തന്നെയാണ് രാവിലെ തന്നെ എത്തിയിരിക്കുന്നത്. ഏകദേശം 8,000 മുകളിലുള്ള ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ ചിത്രത്തിൻ്റെതായിട്ട് ഇപ്പോൾ സോൾഡ് ഔട്ട് ആവുന്നത്. ഈ ഒരു 11 മണി സമയം ആയപ്പോഴേക്കും ഇത്തരത്തിലുള്ള വലിയ ഒരു ബുക്കിംഗിലേക്ക് ബുക്ക് മൈ ഷോ ആപ്പിൽ എത്തപ്പെടാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള 2 ദിവസങ്ങളേക്കാൾ കൂടുതൽ കളക്ഷനാണ് വേൾഡ് വൈഡിൽ നിന്നും മൂന്നാമത്തെ ദിവസമായ ഇന്ന് ശനിയാഴ്ച സിനിമ തൂക്കാൻ വേണ്ടി പോകുന്നത്. ജനുവരി 10 അതർ ലാംഗ്വേജിൽ നിന്നും വലിയ സിനിമകളാണ് ഇവിടെ റിലീസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം മലയാളത്തിൽ നിന്നും സിനിമകൾ റിലീസായിട്ടുണ്ട്. അതൊന്നും നമ്മുടെ രേഖാചിത്രം എന്ന മൂവിയുടെ കളക്ഷനെ ബാധിച്ചിട്ടില്ല. ഇപ്പോൾ റിലീസായ മറ്റു സിനിമകൾക്കൊന്നും വലിയ അഭിപ്രായവും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. രേഖാചിത്രം വേറെ ലെവൽ വേറെ മാതിരി കളക്ഷനിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. സിനിമ കണ്ടവർക്ക് നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കാം. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.